സ്വന്തം മകളുടെ ജീവനേക്കാൾ നിങ്ങൾക്ക് വലുതാണോ ഈ പറയുന്ന സമൂഹത്തിന്റെ അഭിമാനം? സമൂഹത്തെ പേടിച്ച് സ്വന്തം ചോരയെ നദിയിൽ മുക്കിക്കുന്ന ഒരു അച്ഛന്റെ ദാരുണ കഥയാണിത്. കേൾക്കാതിരിക്കാൻ മറക്കരുത്, കാരണം ഇത് കേവലം ഒരു വാർത്തയല്ല, നമ്മുടെ സമൂഹം ചോദിക്കേണ്ട ചോദ്യമാണ്. ഡൽഹിയിലെ തിക്കിയിൽ താമസിച്ചിരുന്ന 18 വയസ്സുകാരിയാണ് സ്വന്തം പിതാവിനാൽ അതിദാരുണമായി കൊല്ലപ്പെട്ടത്. 2026 ജൂലൈ 30-നാണ് ഈ സംഭവം നടന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട സുഹൃത്തിൽ നിന്നും പെൺകുട്ടി ഗർഭിണിയായതാണ് അച്ഛനെ ഈ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത്. നാണക്കേട് ഭയന്ന് മകളെ ഇല്ലാതാക്കാൻ അയാൾ തീരുമാനിക്കുകയായിരുന്നു. ചികിത്സക്കായി ആഗ്രയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞാണ് അച്ഛനും ബന്ധുവും ചേർന്ന് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത്. എന്നാൽ ആഗ്രയിലെ ചമ്പൽ നദിക്കരയിലെത്തിയപ്പോൾ നടക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. അന്ന് ജൂലൈ 31-ന് നദിക്കരയിലെത്തിയ ശേഷം വെള്ളത്തിലേക്ക് ചാടി ജീവനെടുക്കാൻ അച്ഛൻ ആവശ്യപ്പെട്ടു. അവൾ വിസമ്മതിച്ചതോടെ സ്വന്തം കൈകൾ കൊണ്ട് മകളെ നദിയിൽ മുക്കിക്കൊല്ലുകയായിരുന്നു. ജീവൻ രക്ഷിക്കേണ്ട കൈകൾ തന്നെ അവളുടെ ജീവനെടുത്ത നിമിഷം. കൊലപാതകത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ അച്ഛൻ മകൾ ആഗ്രയിൽ വെച്ച് മരിച്ചുവെന്നും അവിടെ തന്നെ സംസ്കാരം നടത്തിയെന്നും അയൽവാസികളോട് പറഞ്ഞു. പക്ഷേ സംശയം തോന്നിയ ഒരു അയൽവാസി നൽകിയ വിവരത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും അച്ഛൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കൂട്ടുനിന്ന ബന്ധുവും ഇപ്പോൾ അറസ്റ്റിലാണ്. മകളുടെ മൃതദേഹത്തിന്റെ കാലിൽ പിടിച്ച അച്ഛൻ ക്ഷമ ചോദിക്കുന്ന വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പക്ഷേ ഈ ഫോട്ടോ യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നറിയില്ല. സത്യമാണെങ്കിൽ ആ ക്ഷമാപണം കൊണ്ട് ആ ജീവൻ തിരിച്ചു വരുമോ? ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ പെൺകുട്ടിയുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കനത്ത മൺസൂണുമായി തുടർന്ന് ചമ്പൽ നദിയിലുണ്ടായ ശക്തമായ ഒഴുക്കും ഉയർന്ന ജലനിരപ്പും കൂടാതെ അപകടകാരികളായ മുതലുകളുടെ സാന്നിധ്യവുമാണ് തിരച്ചിലിന് വലിയ തടസ്സമായി നിൽക്കുന്നത്. അവൾ ചെയ്തതിനെ തെറ്റെന്ന് പറയാം, ചോദ്യം ചെയ്യാം, പക്ഷെ അതിനുള്ള ശിക്ഷ മരണമായിരുന്നു. ഒരു മകളുടെ ജീവിതം അവസാനിച്ചു. പക്ഷേ ഈ സംഭവം സമൂഹത്തോട് ബാക്കി വെച്ച ചോദ്യങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്.